കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ സമസ്തയെപ്പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് വിസ്മരിക്കാവുന്നതല്ല. 1926 സമസ്ത രൂപീകൃതമാകുന്നത്. ആ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനൊപ്പം സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിനു പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് മുസ്ലിയാരും EK അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പാണക്കാട് തങ്ങൾമാരും അടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിന്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുമുണ്ട്. അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവം ഓർക്കുന്നു. സമസ്തയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ശ്രീ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അധ്യാപകൻ, വാഗ്മി, മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അവയിലൊക്കെ നാട് ശ്രദ്ധിക്കും വിധം നിലപാടെടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ മനസ്സ് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത ആവർത്തിച്ച് വ്യക്തമാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ സന്ദേശയാത്രയും അത്തരത്തിൽ സ്നേഹകാരുണ്യങ്ങളുടെ സന്ദേശം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രൂപീകരണ കാലം മുതൽ ഇന്നുവരെ നമ്മുടെ നാട്ടിലെ ഗ്രാമാന്തരങ്ങളിൽ അറിവിന്റെ വെളിച്ചം പകരാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. വർഗീയത പണം പടർത്തിയാടുന്ന സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിനും സമൂഹത്തെ പുരോഗമനപരമായി നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്.